James Tobin, in his famous article, Liquidity Preference, as today we will be dealing with post Keynesian approaches. In the last class, we have discussed about uh, William J. Baumol's inventory approach. Today, in this class, we'll be dealing with Tobin's portfolio selection model. So, Tobin's portfolio selection model, or the risk aversion theory of liquidity preference. James Tobin, in his famous article, Liquidity Preference as Behavior Towards Risk, formulated the risk aversion theory of liquidity preference based on portfolio selection. So, liquidity risk aversion theory of liquidity preference was put forward by James Tobin, and he have put forward this theory in his famous article liquidity preference as behavior towards risk. നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റ് കെയ്നീഷ്യൻ അപ്രോച്ചസ് ആണ് പഠിക്കാനുള്ളത്. ബോമോൾസ് inventory approach, and the second one is Tobin's portfolio selection model. So Tobin's portfolio selection model, or the risk aversion theory of liquidity preference, was put forward by James Tobin. James Tobin concentrated more on speculative demand for money, and he have ignored transaction demand for money. But James Tobin മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസ്ക് അവേർഷൻ തിയറി ഓഫ് ലിക്വിഡിറ്റി പ്രിഫറൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഫോർ മണിയുടെ തിയറിയിൽ ജെയിംസ് ടോബിൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിലാണ്. ബോമോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തിലായിരുന്നു? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയിലാണ്. അപ്പം കെയ്ൻസിൻ്റെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുടെ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു ബോമോളുടെ തിയറി. പക്ഷേ ടോബിൻ്റെ തിയറി എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിലാണ്. James Tobin starts his portfolio selection model of liquidity preference with the presumption that people hold money as a part of their portfolio of assets. So James Tobin says that people hold money as a part of their portfolio. ആളുകളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് ആളുകൾ മണി അല്ലെങ്കിൽ കറൻസി കീപ്പ് ചെയ്യുന്നതെന്നാണ് ജെയിംസ് ടോബിൻ പറയുന്നത്. അപ്പോൾ ജെയിംസ് ടോബിൻ പറയുന്നത് പ്രിക്വേഷണറി പർപ്പസിനോ ട്രാൻസാക്ഷൻ പർപ്പസിനോ വേണ്ടിയിട്ടല്ല ആളുകൾ മണി സൂക്ഷിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് അവർ മണി കീപ്പ് ചെയ്യുന്നത്. സോ മണി ഒൺലി ഹാവ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. സോ മണിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. ആളുകൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും പ്രിക്വേഷണറി പർപ്പസിന് വേണ്ടിയിട്ടും അല്ല അവർ മണി കീപ്പ് ചെയ്യുന്നത്. അവർ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ്, ആളുകളുടെ പോർട്ട്ഫോളിയോയുടെ അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് മണി കീപ്പ് ചെയ്യുന്നത്. ദ റീസൺ ഫോർ ദിസ് ഇസ് money offer a safety, whereas prices of stocks and bonds may rise or fall. Thus, Tobin suggests that households choose to hold money as a part of their optimum portfolio. അപ്പം ടോബിൻ പറയുന്നത് മണി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ആണ് മണി. മണി കയ്യിൽ കീപ്പ് ചെയ്താൽ സേഫാണ്. അതേസമയം ബോണ്ടും സ്റ്റോക്കും ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഒക്കെ വില ഫ്ലക്ച്വേറ്റ് ചെയ്യും. ബോണ്ട് മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും, പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ വെൽത്തും യൂസ് ചെയ്ത് ബോണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്കോ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ബോണ്ട് മാർക്കറ്റിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ മുഴുവൻ നഷ്ടപ്പെടും. അപ്പം ആളുകൾ ഫുൾ വെൽത്ത് യൂസ് ചെയ്ത് ആരും ബോണ്ട് മേടിക്കുകയോ മറ്റ് സ്റ്റോക്ക് മേടിക്കുകയോ ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യും? വെൽത്തിൻ്റെ കുറച്ച് ഭാഗം യൂസ് ചെയ്ത് ബോണ്ട് മേടിക്കും, ബാക്കി കുറച്ച് ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും. കാരണം എന്താണ്? മണി ഈസ് സേഫ്. മണി സേഫ് ആയതുകൊണ്ട്, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിലുള്ളത് കൊണ്ട് കുറച്ച് ഭാഗം ആളുകളുടെ പോർട്ട്ഫോളിയോയുടെ കുറച്ച് ഭാഗം അവർ മണിയായിട്ട് കീപ്പ് ചെയ്യും, ബാക്കി ഭാഗം എടുത്തവർ ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ പീപ്പിൾ ഹോൾഡ് മണി ആസ് എ പാർട്ട് ഓഫ് ദിയർ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ.
അപ്പം ടോബിൻ സജസ്റ്റ് ദാറ്റ് ഹൗസ് ഹോൾഡ്സ് ചൂസ് ടു ഹോൾഡ് മണി ആസ് എ പാർട്ട് ഓഫ് ദിയർ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. അപ്പോൾ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒപ്റ്റിമം പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് ആളുകൾ കറൻസി കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. Tobin discusses about 3 categories of investors, or Tobin have categorized investors into 3 groups. First category of investors are risk lovers. So first category enjoys putting all their wealth into bonds to maximize risk. സോ ജെയിംസ് ടോബിൻ ഇൻവെസ്റ്റേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഈസ് റിസ്ക് ലവേഴ്സ്. റിസ്കിനെ സ്നേഹിക്കുന്ന റിസ്ക് ലവേഴ്സ് ആണ് ഫസ്റ്റ് കാറ്റഗറി. അപ്പം റിസ്കിനെ സ്നേഹിക്കുന്ന ആളുകൾ, റിസ്ക് ലവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ഫുൾ വെൽത്തും യൂസ് ചെയ്ത് അവർ ബോൺസ് പർച്ചേസ് ചെയ്യും. ദേ ആർ റെഡി ടു അക്സെപ്റ്റ് എനി എമൗണ്ട് ഓഫ് റിസ്ക്, ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആർ നോൺ ആസ് ഗാംബ്ലേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് ലവേഴ്സ് ആണ്. എല്ലാ വെൽത്തും യൂസ് ചെയ്ത്, അവരുടെ കയ്യിലുള്ള സർവ്വ വെൽത്തും യൂസ് ചെയ്ത് അവർ ബോൺസ് പർച്ചേസ് ചെയ്യും. അപ്പം റിസ്ക് എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഗാംബ്ലേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ലവേഴ്സ്. അതാണ് ഫസ്റ്റ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആർ നോൺ ആസ് പ്ലങ്കേഴ്സ്. ദേ വിൽ പുട്ട് ഓൾ ദെയർ വെൽത്ത് ഇൻ ടു ക്യാഷ്. അപ്പം ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് പ്ലങ്കേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫുൾ വെൽത്തും അവർ ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്യും, ക്യാഷായിട്ട് അവർ കീപ്പ് ചെയ്യും. അങ്ങനത്തെ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് പ്ലങ്കേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ടോബിൻ. തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് are known as risk averters or risk diversifiers. മൂന്നാമത്തെ കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആണ് റിസ്ക് അവേർട്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഡൈവേഴ്സിഫയേഴ്സ്. റിസ്കിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ, റിസ്കിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ് തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ്, ആൻഡ് ദേ ആർ നോൺ ആസ് റിസ്ക് അവേർട്ടേഴ്സ് ഓർ റിസ്ക് ഡൈവേഴ്സിഫയേഴ്സ്. Risk averters prefer to avoid risk of loss which is associated with holding bonds rather than money. അപ്പം റിസ്ക് അവേർട്ടേഴ്സ്, ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ എന്താണ്? അവർക്ക് അവോയ്ഡ് ചെയ്യണമെന്നാണ് താല്പര്യം. കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പം ബോണ്ട് മേടിക്കുമ്പോൾ നമുക്ക് ബോണ്ടിൽ നിന്ന് റിട്ടേൺസ് കിട്ടും. പക്ഷെ അതേപോലെ തന്നെ ബോണ്ട് മേടിക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. ബോണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കറിയാം മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിട്ടേൺസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടുന്ന മണി, ബോണ്ട് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള റിസ്ക് അവേർട്ടേഴ്സ്, അവർ ഈ റിസ്കിനെ മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് റിസ്ക് അവേർട്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഡൈവേഴ്സിഫയേഴ്സ്. So risk averters or risk diversifiers try to diversify their portfolios. അപ്പം ഈ റിസ്ക് അവേർട്ടേഴ്സ് എന്ത് ചെയ്യും? അവരവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സിനെ പോലെ ബോണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ സെക്കൻഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സിനെ പോലെ ക്യാഷ് മാത്രമായിട്ട് കയ്യിൽ കീപ്പ് ചെയ്യത്തില്ല. ഇവരെന്ത് ചെയ്യും? തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് അവർ റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് അവരുടെ പോർട്ട്ഫോളിയോ അവർ ഡൈവേഴ്സിഫൈ ചെയ്യും. ദേ വിൽ ഹോൾഡ് ബോത്ത് മണി ആൻഡ് ബോണ്ട്സ്. അവർ മണിയും കീപ്പ് ചെയ്യും, ബോണ്ടും കീപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ, അവരുടെ ബാഗിൽ എന്തായിരിക്കും? അവരുടെ വെൽത്തിൻ്റെ ഒരു ഭാഗം യൂസ് ചെയ്ത് അവർ ബോണ്ട്സ് മേടിക്കും, മറ്റൊരു ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും. അപ്പം റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് റിസ്ക് അവേർട്ടേഴ്സ് അല്ലെങ്കിൽ തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് മണിയും കാണും, ബോൺസും കാണും. സോ ടോബിൻ ഹാവ് ഡിവൈഡഡ് or categorized investors into 3 groups or 3 categories. The first category is known as risk lovers
who invest or who put all their wealth into bonds, and second category investors are known as plungers. They will put all their wealth into cash, and third category investors are known as risk averters or diversifiers. They diversify their portfolio and hold both money and bonds. അപ്പം ഇങ്ങനെയാണ് ടോബിൻ ഇൻവെസ്റ്റേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Tobin have concentrated more on third category investors. He says that majority of investors are third category, belongs to third category. അപ്പോൾ മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സ് തേർഡ് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് മെജോറിറ്റി എന്നാണ് ടോബിൻ പറയുന്നത്. അപ്പം ഗാംബ്ലേഴ്സും പ്ലങ്കേഴ്സും വളരെ കുറവാണ്. കൂടുതൽ ആളുകളും എന്താണ്, റിസ്ക് അവേർട്ടേഴ്സ് ആണ്. കൂടുതൽ ആളുകളും അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ടോബിൻ മണീനെയും ബോണ്ടിനെയും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വെൽത്ത് യൂസ് ചെയ്ത് കുറച്ച് ഭാഗം യൂസ് ചെയ്ത് മണി മേടിക്കും, ബാക്കി ഭാഗം യൂസ് ചെയ്ത് തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ബോണ്ട്സ് പർച്ചേസ് ചെയ്യും. അങ്ങനെ അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും. റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് റിസ്ക് അവേർട്ടേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുമെന്നാണ് ടോബിൻ പറയുന്നത്. ടോബിൻ ഈ തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവരാണ് കുറച്ചും കൂടി റാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. അവരാണ് മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സ് തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആണ് എന്നാണ് ജെയിംസ് ടോബിൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി ബേസ് ചെയ്തിരിക്കുന്നത് ഈ തേർഡ് കാറ്റഗറി റിസ്ക് അവേർട്ടേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഫ്രെയിം ചെയ്തിരിക്കുന്നത്. Now let us move on to the theory. The theory predicts that demand for money depends on risk and returns associated with stocks or bonds households can hold instead of money. So the theory predicts that demand for money depends on risk and returns associated with stocks and bonds. അപ്പോൾ ഹൗസ്ഹോൾഡ്സ് കീപ്പ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെയും ബോണ്ട്സിൻ്റെയും റിസ്കിനെയും റിട്ടേൺസിനെയും ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ മണി ഇരിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പം ടോബിൻ അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ്? ഡിമാൻഡ് ഫോർ മണിയാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത് മണി ആളുകൾ കീപ്പ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ പ്രിക്വേഷണറി പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ല ആളുകൾ മണി കീപ്പ് ചെയ്യുന്നത്, അവരുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് മണി ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത്. So demand for money depends on risk and returns associated with bonds and stocks that is held by the households. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? മണി പോർട്ട്ഫോളിയോയുടെ ഭാഗമാകുമ്പോൾ പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഒന്നെങ്കിൽ അവരുടെ വെൽത്തിൻ്റെ കുറച്ച് ഭാഗം യൂസ് ചെയ്ത് മണി കീപ്പ് ചെയ്യാം, ബാക്കി ഭാഗം ബോണ്ട് മേടിക്കാനായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ പോർട്ട്ഫോളിയോയിലുള്ള 2 എലമെൻ്റ് എന്ന് പറയുന്നത് ബോണ്ടും മണിയുമാണ് ആണല്ലോ. അപ്പം മണിയുടെ ഡിമാൻഡ് എന്തിനെ ആശ്രയിക്കും? ബോണ്ടിൻ്റെ റിസ്കിനെയും അതുപോലെ തന്നെ ബോണ്ടിൻ്റെ റിട്ടേൺസിനെയും കൂടി ആശ്രയിച്ചാണ് ഡിമാൻഡ് ഫോർ മണി. അപ്പം ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺസ് അസോസിയേറ്റഡ് വിത്ത് ബോണ്ട്സ്. അപ്പം ബോണ്ട്സിൻ്റെ റിട്ടേൺ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണീനെ അത് അഫക്റ്റ് ചെയ്യും. Our demand for money depends on risk and returns associated with stocks or bonds households can hold instead of money. Furthermore, demand for money depends on real wealth. റിയൽ വെൽത്തിനെ ആശ്രയിച്ചിരിക്കും. വെൽത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? വെൽത്ത് കൂടുമ്പോൾ പോർട്ട്ഫോളിയോയും കൂടും അല്ലേ? കൂടുതൽ വെൽത്ത് ഉണ്ടെങ്കിൽ കൂടുതൽ മണിയായിട്ടും കീപ്പ് ചെയ്യാം, കൂടുതൽ രൂപ ഉപയോഗിച്ച് ബോൺസും മേടിക്കാം. അപ്പോൾ റിയൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണിയും ഇൻക്രീസ് ചെയ്യും. സോ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺസ് അസോസിയേറ്റഡ് വിത്ത് ബോൺസ് ഓർ സ്റ്റോക്സ് ആസ് വെൽ ആസ് റിയൽ വെൽത്ത്. So according to Tobin, money demand function can be expressed as M by PD is a function of RS or RB pi E
ആൻഡ് ഡബ്ല്യു. സോ ഡിമാൻഡ് ഫോർ മണിയുടെ ഫംഗ്ഷൻ, മണി ഡിമാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് M/P/D. ഇവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫോർ റിയൽ ബാലൻസ് ആണ് ടോബിൻ കൺസിഡർ ചെയ്യുന്നത്, M/P/D. So demand for money is a function of RS or RB. Here RS means the expected real return on stock and RB is the expected real return on bonds. ബോൺസിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തോരം റിട്ടേൺസ്, റിയൽ റിട്ടേൺസ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് RS and RB. And pi e is the expected inflation rate. ഇൻഫ്ലേഷൻ റേറ്റ് ആണ് pi e എന്ന് പറയുന്നത്. W is the real wealth. So money demand function M/P/D is a function of RS or RB, pi e and W. An increase in RS or RB reduces money demand. RS and RB, RSും RBയും ഇൻക്രീസ് ചെയ്യുന്നു, അതായത് റിട്ടേൺസ്, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഓൺ ബോൺസ് ഇൻക്രീസ് ചെയ്താൽ, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടുമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും? കുറയും. കാരണം കൂടുതൽ വെൽത്ത് ഉപയോഗിച്ച് ആളുകൾ ബോണ്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ മണി ആളുകൾ കുറവേ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം എക്സ്പെക്റ്റഡ് റിയൽ റിട്ടേൺ ഓൺ ബോൺസ് RB ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ് ചെയ്യും. സോ ആൻ ഇൻക്രീസ് ഇൻ RS ഓർ RB റെഡ്യൂസസ് മണി ഡിമാൻഡ്. അപ്പം റിട്ടേൺ, ബോണ്ടിലും സ്റ്റോക്കിലും ഉള്ള റിട്ടേൺസ് ഇൻക്രീസ് ചെയ്താൽ ആളുകൾ അവരുടെ വെൽത്ത് യൂസ് ചെയ്ത് കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്യും. അപ്പം വെൽത്ത് യൂസ് ചെയ്ത് കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്താൽ അതിലും കുറവ് പൈസയിൽ അവർക്ക് മണി ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം റിട്ടേൺ ഓൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മണി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻ ഇൻക്രീസ് ഇൻ pi e ഓൾസോ റെഡ്യൂസസ് ഡിമാൻഡ് ഫോർ മണി. ഇനി pi e അതെന്താ? എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ കൂടാനാണ് സാധ്യത നാളെ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടാനാണ് സാധ്യതയെങ്കിൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഫോർ മണി റെഡ്യൂസ് ചെയ്യും. കാരണം നമ്മൾ മണി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മണിയുടെ വാല്യൂ കുറയും. ഇൻഫ്ലേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ മണി കയ്യിൽ കൂടുതൽ കീപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? മണിയുടെ വാല്യൂ നാളെ കുറയത്തേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ റേറ്റ്, എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് pi e ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ മണി റെഡ്യൂസ് ചെയ്യും. And now let us move on to the relationship between wealth and demand for money. An increase in W or an increase in wealth raises demand for money. Wealth increase ചെയ്താൽ demand for money എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? വെൽത്ത് ഇൻക്രീസ് ചെയ്താൽ പോർട്ട്ഫോളിയോ, സൈസ് ഓഫ് പോർട്ട്ഫോളിയോ ഇൻക്രീസസ് അല്ലേ? വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെൽത്ത് ഉള്ളപ്പോൾ കൂടുതൽ മണി, കൂടുതൽ രൂപയായിട്ടും കീപ്പ് ചെയ്യാം, മണി ആയിട്ടും കീപ്പ് ചെയ്യാം, കൂടുതൽ എന്ത് ചെയ്യാം? ബോണ്ടായിട്ടും കീപ്പ് ചെയ്യാം. അപ്പോൾ വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണിയും ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് ഫോർ ബോൺസും ഇൻക്രീസ് ചെയ്യും. സോ മണി ഡിമാൻഡ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു Tobin'S M/P/D is a function of RS, RB or RB, pi e and W. So RS, RB and pi e is inversely related with demand for money, and W is directly related with demand for money. Here Tobin is considering speculative demand for money. But Tobin speculative demand for money ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഓർ മണി ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് expected real return on stocks and bonds RS, RB, and expected inflation rate pi e and real wealth W. Now let us move on to individuals portfolio allocation. ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ എങ്ങനെയാണ് ടോബിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് ആളുകൾ മണി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് അവരുടെ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്.
The focus is on an individual's portfolio allocation between money holdings and bond holding subjected to wealth constraint. So, individual's portfolio allocation is subjected to wealth constraint. ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ എന്താണ്, വെൽത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്തോരം വെൽത്ത് ഉണ്ടോ ആ വെൽത്ത് യൂസ് ചെയ്തിട്ടാണ് ആളുകൾ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത്. ബാക്കി അവർ മണിയായിട്ട് കീപ്പ് ചെയ്യും. സോ ഇൻഡിവിജ്വൽസ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദെയർ വെൽത്ത്. ടോട്ടൽ വെൽത്ത് ഈക്വൽ ടു മണി പ്ലസ് ബോൺസ്. അപ്പം എത്രയാണോ വെൽത്ത് ഉള്ളത് ആ വെൽത്ത് ആണ് അവർ മണിയായിട്ടും ബോണ്ടായിട്ടും കീപ്പ് ചെയ്യുന്നത്. അപ്പം വെൽത്തിൻ്റെ ഒരു ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യും. ബാക്കി ഭാഗം യൂസ് ചെയ്ത് ബോണ്ട് പർച്ചേസ് ചെയ്യും. ഓക്കെ. ഫോളോയിങ് ടോബിൻ, ബോണ്ട്സ് പേ ആൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് ബട്ട് ദേ ആർ റിസ്കി അസറ്റ്സ്. ഇപ്പം ടോബിനെ സംബന്ധിച്ചിടത്തോളം ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിട്ടേൺ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺസ് കിട്ടും, പക്ഷെ അത് ഹൈലി റിസ്കിയാണ്. ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാലും കൂടുതൽ റിസ്കിയാണ്. കാരണം ബോണ്ടിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ആൻഡ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ഈവൻ ഇൻ ഷോർട്ട് റൺ. അപ്പം ഭയങ്കര അൺസേർട്ടൺ ആണ് ബോണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും, പക്ഷേ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലി റിസ്കിയാണ്. വെറാസ് മണി ഈസ് സേഫ് അസെറ്റ്. പക്ഷെ മണി ആണെങ്കിൽ എന്താണ്, സേഫ് ആണ്. റിട്ടേൺ ഒന്നും കിട്ടത്തില്ലെങ്കിലും മണി സേഫ് ആണ്. മണിക്ക് യാതൊരു വിധത്തിലുള്ള ലോസും ക്യാപിറ്റൽ ലോസും മണി ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെ മണി ഈസ് കമ്പാരിറ്റീവ്ലി സേഫ് അസെറ്റ്. In Tobin's view, an individual will hold some portion of wealth in money for reducing the overall riskiness of his portfolio. അപ്പോൾ ടോബിനെ സംബന്ധിച്ചിടത്തോളം സിംപ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. പോർട്ട്ഫോളിയോയ്ക്കകത്ത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഐറ്റംസേ ഉള്ളൂ എന്നാണ് ടോബിൻ കൺസിഡർ ചെയ്യുന്നത്, മണിയും ബോണ്ടും. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടും, പക്ഷെ ബോണ്ട് ഭയങ്കര ഹൈ റിസ്കിയാണ്. പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്കിയാണ്. പക്ഷെ മണി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സേഫാണ് മണി കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറയ്ക്കാനായിട്ട് ആളുകൾ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും. നമ്മളിവിടെ ടോബിൻ ആരെക്കുറിച്ചാണ്, റിസ്ക് അവോയ്ഡേഴ്സിനെ കുറിച്ചാണ്. റിസ്ക് അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസാണ് ടോബിൻ എടുക്കുന്നത്. അപ്പോൾ റിസ്ക് അവോയ്ഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക് എങ്ങനെയും മിനിമൈസ് ചെയ്യണം. അപ്പോൾ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം അവർ മണിയായിട്ട് കീപ്പ് ചെയ്യും. So a risk-averse investor would voluntarily sacrifice some return for a reduction in risk. അപ്പം ഒരു റിസ്ക് അവേർട്ടർ ആയിട്ടുള്ള ഇൻവെസ്റ്റർ അല്ലെങ്കിൽ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, കുറച്ച് റിട്ടേൺ സാക്രിഫൈസ് ചെയ്തിട്ടായാലും അവർ സേഫ്റ്റി പ്രിഫർ ചെയ്യും. അപ്പം റിട്ടേൺസ് ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം ആയിട്ട് മണി അല്ലെങ്കിൽ കറൻസി കീപ്പ് ചെയ്യും. So Tobin argues that money as an asset is demanded as an aversion to risk. അപ്പം റിസ്ക് അവോയ്ഡ് ചെയ്യാനാണ് ആളുകൾ മണി കീപ്പ് ചെയ്യുന്നത്. അപ്പം മണിക്കൊരു അസറ്റ് വാല്യൂ അല്ലെങ്കിൽ മണിക്കൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ് ടോബിൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടോബിൻ മണിയുടെ സ്റ്റോർ വാല്യൂ അല്ലെങ്കിൽ മണി ആസ് എൻ അസറ്റ് എന്നുള്ള രീതിയിലാണ്, മണി ഒരു അസറ്റായിട്ട് ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യുന്നു എന്നാണ് ടോബിൻ പറയുന്നത്. അപ്പം ടോബിൻ ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ വെൽത്തിനെ രണ്ട് ഐറ്റംസിലേക്കാണ് ഇൻഡിവിജ്വൽസ് അലോക്കേറ്റ് ചെയ്യുന്നത്. വെൽത്തിൻ്റെ ഒരു ഭാഗം യൂസ് ചെയ്ത് ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, മറ്റൊരു ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യുന്നു. Now let us move on to diagrammatical representation of Tobin's theory. On the vertical axis, so there are two quadrant, upper quadrant and lower quadrant.
On the vertical axis of upper quadrant or the y-axis of upper quadrant, we are representing or we are measuring expected returns, and on the horizontal axis we are representing risk. അപ്പോൾ അപ്പർ ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, രണ്ട് ക്വാഡ്രൻ്റ് ഉള്ള ഫിഗറാണ്. അപ്പോൾ അപ്പർ ക്വാഡ്രൻറ്റിൽ നമ്മൾ എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, റിസ്കിനെ നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വി നോ ദാറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബോൺസിൻ്റെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. So let us denote expected returns as R. അപ്പോൾ നമ്മൾ expected returnനെ R ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. Expected return is measured on the y-axis of the upper quadrant and risk is measured on the x-axis or horizontal axis of the upper quadrant. OC, upper quadrant, OC is the opportunity line or cost line. It is the locus of all points showing the terms on which individual investors can increase R at the cost of increasing risk. അപ്പം ഒ സി എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽസിൻ്റെ കോസ്റ്റ് ലൈനാണ്, ഓപ്പർച്യൂണിറ്റി ലൈനാണ് ഒ സി എന്ന് പറയുന്നത്. ഒ സി എന്ന് പറയുന്നത് കോസ്റ്റ് ലൈനാണ്. നമ്മൾ മൈക്രോയിൽ നമ്മൾ ബജറ്റ് ലൈൻ നമ്മൾ പറയാറുണ്ട്, ഐസോ കോസ്റ്റ് ലൈൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു കോസ്റ്റ് ലൈനാണ് ഈ പറയുന്ന ഒ സി എന്ന് പറയുന്നത്. പക്ഷെ ആ കോസ്റ്റ് ലൈനും ബജറ്റ് ലൈനും ഈ ഒരു കോസ്റ്റ് ലൈനും തമ്മിൽ ഷേപ്പിന് വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, കാരണം നമ്മൾ റിസ്ക് അവേർട്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റിസ്ക് അവേർട്ടേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം. അപ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടിയാൽ മാത്രമേ കൂടുതൽ റിസ്ക് അവേർട്ടേഴ്സ് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ റിസ്ക് അവേർട്ടേഴ്സിൻ്റെ കോസ്റ്റ് ലൈൻ, ഓപ്പർച്യൂണിറ്റി ലൈൻ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടിരിക്കുന്നത്. സോ ഒ സി ഈസ് ദി ഓപ്പർച്യൂണിറ്റി ലൈൻ ഓർ കോസ്റ്റ് ലൈൻ. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് റിസ്ക് അവേർട്ടേഴ്സ് ആണ്, റിസ്ക് കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസ്ക് അവർ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടണം, എങ്കിൽ മാത്രമേ കൂടുതൽ റിസ്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. Now let us move on to lower quadrant. Lower quadrant shows alternative portfolio allocation. അപ്പോൾ ലോവർ ക്വാഡ്രൻറ്റിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൺ ദി ഹൊറിസോണ്ടൽ ആക്സിസ്, ഓൺ ദി എക്സ് ആക്സിസ് വി ആർ മെഷറിംഗ് റിസ്ക് ആൻഡ് ഓൺ ദി വൈ ആക്സിസ് വി ആർ മെഷറിംഗ് ബോണ്ട്സ്. ബോണ്ടിൻ്റെ എന്തോരം ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു, amount of bond held. ഹലോ എന്നാടാ, നിക്ക് ഞാനിപ്പോൾ കൊടുക്കാവേ, ഞാൻ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അമ്മേ So now we are going to discuss about lower quadrant. On the x-axis of the lower quadrant, we are representing risk, and on the y-axis, we are measuring the amount of bonds held by individuals. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്തോരം ബോണ്ട് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വൈ ആക്സിസ് കൂടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ റിസ്ക് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോവർ ക്വാഡ്രന്റ് ഷോസ് ദി ഓൾട്ടർനേറ്റീവ് പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ ആണ് ലോവർ ക്വാഡ്രന്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ലൈൻ ഒ ബി ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് ബോൺസ്. അപ്പം ഒ ബി എന്ന് പറയുന്ന ലൈന്
കാണിക്കുന്നത് റിസ്ക്കും ബോണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കൂടുതൽ റിസ്ക് ആളുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ റിസ്ക് ആളുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബോണ്ട് മേടിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ റിസ്ക്കും ബോണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് OB എന്ന് പറയുന്ന ലൈൻ കാണിക്കുന്നത്. അപ്പം ഇത് കുറഞ്ഞൊരു റിസ്ക് ആണ്. ഈ പോയിന്റിൽ നിന്ന് കൂടുതൽ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബോണ്ടും റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് OB എന്ന് പറയുന്ന ലൈൻ കാണിക്കുന്നത്. Now, if suppose an individual holds all his wealth in money and none in bond, we can represent that particular point as origin. അപ്പം നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ് ഒരു ഇൻഡിവിജ്വൽ, അയാൾ പ്ലങ്കറാന്ന് വിചാരിക്കാം. അപ്പം പ്ലങ്കറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യും? അയാളുടെ വെൽത്ത് മുഴുവൻ മണിയായിട്ട് കീപ്പ് ചെയ്യും, അല്ലേ? അപ്പം വെൽത്ത് മുഴുവൻ മണിയായിട്ട് കീപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ബോണ്ട് എന്താ? ബോണ്ട് സീറോയാണ്. സീറോ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ബോണ്ട് ഒരു രൂപയുടെ പോലും ബോണ്ട് മേടിക്കത്തില്ല. ഫുൾ അയാൾ മണിയായിട്ട് കീപ്പ് ചെയ്യും. അപ്പം അയാൾ ഒറിജിനിലാണ് നിൽക്കുക. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ സ്റ്റേ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിനാണ്. അപ്പം അയാളുടെ വെൽത്ത് എന്ന് പറയുന്നത് വെൽത്ത് ഈക്വൽ ടു മണി പ്ലസ് സീറോ. ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? സീറോ. വെൽത്ത് എന്ന് പറയുന്നത് M+B ആണ്. പക്ഷെ ബോണ്ട് മേടിക്കുന്നില്ല. അപ്പം M+0 ആണ് അയാളുടെ വെൽത്ത്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ എന്താണ്? റിട്ടേൺ വിൽ ബി സീറോ. റിസ്ക്കും എന്താണ്? റിസ്ക്കും സീറോ ആണ്. അപ്പം ബോണ്ടൊന്നും മേടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ റിസ്ക്കും കാണത്തില്ല, റിട്ടേണും കാണത്തില്ല. അയാൾ ഈ ഒറിജിൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നിൽക്കുക. ഓക്കെ. Another extreme alternative is when individual holds all his wealth in bonds. He reaches at point B. ഇനിയും അടുത്ത ഒരു എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് B ആണ്. B എന്ന് പറയുന്ന പോയിന്റിൽ എന്താ? W ആണ് ടോട്ടൽ വെൽത്ത്. ഈ വെൽത്ത് മൊത്തം യൂസ് ചെയ്ത്, ഇത് ബോണ്ടാണ്. കണ്ടോ, വെർട്ടിക്കൽ ആക്സിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ എന്താ? ബോണ്ട് കൂടി വരിക. W വെൽത്ത് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ബോണ്ട് മേടിക്കുകയാണ്. അപ്പം B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇൻഡിവിജ്വൽസ് എത്തും. അപ്പം ലോവർ ക്വാഡ്രന്റിൽ B എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ് ഓൾ ഹിസ് വെൽത്ത് ഇൻ ബോണ്ട്സ്. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അയാളുടെ വെൽത്ത് എന്ത് ചെയ്യുന്നു? വെൽത്ത് ഫുള്ള് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം മണി ഒരു രൂപ പോലും മണിയായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. സോ W ഈസ് M+B. M എന്ന് പറയുന്നത് സീറോ ആണ്. ആൻഡ് B എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ബോണ്ട് പർച്ചേസ്ഡ്. അപ്പം ഫുൾ വെൽത്ത് യൂസ് ചെയ്ത് അയാൾ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു. അപ്പം അയാളുടെ റിസ്ക് മാക്സിമം ആണ്, അതുപോലെ തന്നെ അയാളുടെ റിട്ടേണും മാക്സിമം ആണ്. ഓക്കെ. Now we have to find പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഈ ഒരു ഫിഗറിൽ ഏത് പോയിന്റ് ഇൻഡിവിജ്വൽ പ്രിഫർ ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ റിസ്ക് ഗാംബ്ലറിൻ്റെയും അതുപോലെ തന്നെ ഇതാണ് B എന്ന് പറയുന്ന പോയിന്റ്. എന്താ? ഗാംബ്ലറിൻ്റെ പോയിന്റ് ആണ്. ഫുൾ അയാൾ ബോണ്ട് മേടിക്കുന്നു. ഇത് പ്ലങ്കറിൻ്റെ പോയിന്റ് ആണ്. ഒറിജിൻ എന്ന് പറയുന്ന പ്ലങ്കേഴ്സ്, ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്തതാണ് പ്ലങ്കേഴ്സ്. റിസ്ക് അവേർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബിയുടെയും ഈ ഒയുടെയും ബിയുടെയും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ ടോബിൻ കൺസിഡർ ചെയ്യുന്ന റിസ്ക് അവേർട്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പം റിസ്ക് അവേർട്ടേഴ്സ് ഏത് പോയിന്റാണ് ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലേ? റിസ്ക് അവേർട്ടേഴ്സിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിഫറൻസ്, റിസ്ക് അവേർട്ടേഴ്സിൻ്റെ പ്രിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ റിസ്ക് അവേർട്ടേഴ്സിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് അവരുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡെറൈവ് ചെയ്യണം. സോ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇസ് U equal to, or U is a function of R sigma T. അപ്പോൾ യൂട്ടിലിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്.
അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിട്ടേണിൻ്റെയും റിസ്കിൻ്റെയും ഫംഗ്ഷനാണ്. വെൻ റിട്ടേൺ ഇൻക്രീസസ് യൂട്ടിലിറ്റി ഇൻക്രീസസ്, ആൻഡ് വെൻ റിസ്ക് ഇൻക്രീസസ് യൂട്ടിലിറ്റി റെഡ്യൂസസ്. അപ്പോൾ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും, റിസ്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യൂട്ടിലിറ്റി കുറയും. സോ യൂട്ടിലിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് risk and return, and utility or investors preference can be expressed using indifference curves of investors. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ പ്രിഫറൻസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പ്രിഫറൻസ് ആണ് നമുക്ക് ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അപ്പം ഇൻഡിഫറൻസ് കർവിൽ എന്തൊക്കെയാണ്? റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് ഇൻഡിഫറൻസ് കർവിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ ത്രൂ ഔട്ട് യൂട്ടിലിറ്റി സെയിം ആണ്. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ എല്ലാ പോയിന്റിലും എന്താണ്? യൂട്ടിലിറ്റി സെയിം ആണ്. ഇൻഡിഫറൻസ് കർവിൽ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സെയിം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മുടെ റിസ്ക് അവേർഷൻ ഇൻഡിഫറൻസ് കർവിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ റിസ്ക് അവേർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഈസ് എ ലോക്കസ് പോയിന്റ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ വിച്ച് gives same or fixed utility to investors. ഇൻവെസ്റ്റേഴ്സിന് ഒരേ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ടോബിൻ ഇൻഡിഫറൻസ് റിസ്ക് അവേർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് അവേർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ടോബിൻ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവ് എന്ത്? ഇതൊക്കെയാണ് ഇൻഡിഫറൻസ് കർവ്. U1, U2 ആൻഡ് U3 ഈസ് ദി ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഈ നമ്മൾ സാധാരണ ഇൻഡിഫറൻസ് കർവ് പോലെ അല്ല ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവ്. എന്താ? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. സോ ഇൻഡിഫറൻസ് കർവ് in Tobin's model is upward sloping because investors are risk averters. അല്ലേ? അപ്പോൾ ഈ ഒരു ടോബിൻ്റെ മോഡലിൽ ഇൻഡിഫറൻസ് കർവ് റിസ്ക് അവേർട്ടേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് കർവാണ്. കാരണം എന്താണ്? കൂടുതൽ റിസ്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ റിട്ടേൺ കൊടുക്കണം. അപ്പം ഇവിടെ ടോബിൻ കൺസിഡർ ചെയ്യുന്നത് റിസ്ക് അവേർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയാണ് ഇൻവെസ്റ്റേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർ റിസ്ക് അവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് അവർ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ കൊടുക്കണം. സോ ഇൻഡിഫറൻസ് കർവ്സ് ആർ അപ്വേർഡ് സ്ലോപ്പിംഗ് ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേർട്ടേഴ്സ്. ദേ വിൽ ടേക്ക് മോർ റിസ്ക് ഓൺലി ഇഫ് കോമ്പൻസേറ്റഡ് ബൈ ഹയർ റിട്ടേൺ. ഹയർ റിട്ടേൺ കൊടുത്താൽ മാത്രമേ അവർ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ the indifference curve become more steeper as investors move to the റൈറ്റ്. അപ്പോൾ റൈറ്റിലേക്ക് ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താണ്? ഇൻഡിഫറൻസ് കർവ് സ്റ്റീപ്പർ ആവുകയാണ്. കാരണം എന്താണ്? റിസ്ക് കൂടും തോറും എന്താണ്? റിട്ടേൺ കൂടുതൽ കൊടുത്താലേ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു 10% കൂടുതൽ റിസ്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50% കൂടുതൽ റിട്ടേൺ കൊടുക്കണം. അതായത് കൂടുതൽ റിട്ടേൺ കൊടുത്താലേ കുറച്ചുകൂടി കൂടുതൽ റിസ്ക് ഏറ്റെടുക്കത്തുള്ളൂ. അപ്പം ഒരു പോയിന്റിന് ശേഷം കൂടുതൽ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റിട്ടേൺസ് കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കത്തുള്ളൂ. അപ്പോൾ ഈ റിസ്ക് അവേർട്ടേഴ്സിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഇൻഡിഫറൻസ് കർവ് കൂടുതൽ സ്റ്റീപ്പർ ആകും. കാരണം എന്താണ്? റിസ്ക് അവേർട്ടേഴ്സ് ആണ്. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കണമെങ്കിൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഒപ്റ്റിമൽ
പോർട്ട്ഫോളിയോ അലോക്കേഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇൻഡിവിജ്വൽസിൻ്റെ പ്രിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻഡിഫറൻസ് കർവുകൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു ഇൻഡിഫറൻസ് കർവിൽ ഒരു യൂട്ടിലിറ്റിയാണ്. ഹയർ ഇൻഡിഫറൻസ് കർവിൽ എന്താണ്, ഹയർ യൂട്ടിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞ യൂട്ടിലിറ്റി, ലോവർ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിഫറൻസ് കർവാണ് U1, ഹയർ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവ് U2 ആൻഡ് ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതാണ് U3. Now we have to find optimal portfolio allocation. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞു. Then cost line is OC അല്ലേ, കോസ്റ്റ് ലൈൻ നമ്മൾ വരച്ചു. നമ്മൾ സാധാരണ നമ്മുടെ ബേസിക് മൈക്രോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്താ, ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ബേസിക് കാര്യമാണ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. കോസ്റ്റ് ലൈനിൻ്റെയും ഡിഫറൻസ് കർവിൻ്റെയും ടാൻജൻസി ആ ഒരു പോയിന്റിലാണ് ഇക്വിലിബ്രിയം. അപ്പം ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം, റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഹയസ്റ്റ് അറ്റൈനബിൾ ഇൻഡിഫറൻസ് കർവും അവരുടെ കോസ്റ്റ് ലൈനും കൂടി ടാൻജൻ്റ് ആകുന്ന പോയിന്റിലാണ് ഏറ്റവും ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടക്കുക. ആ ഒരു പോയിന്റിലാണ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഗ്രാഫിൽ ഏത് പോയിന്റിലാണ് ഇപ്പം ഇവിടുത്തെ ഗ്രാഫിൽ, ഈ ഒരു ഗ്രാഫിൽ ഏത് പോയിന്റിലാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്റ്റിമം റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടക്കുക. ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവും ഹയസ്റ്റ് അറ്റൈനബിൾ ഇൻഡിഫറൻസ് കർവും കോസ്റ്റ് ലൈനും കൂടെ ടാൻജൻ്റ് ആകുന്ന പോയിന്റിൽ. എഫ് എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, U1 എന്ന് പറയുന്ന ലോവർ ഇൻഡിഫറൻസ് കർവാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലല്ല. ഹയസ്റ്റ് അറ്റൈനബിൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് UT ആണ്. U3 നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കോസ്റ്റ് ലൈൻ പ്രകാരം നമുക്ക് U2 ആണ് ഏറ്റവും മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ U2 ഇൻഡിഫറൻസ് കർവ് നമ്മുടെ കോസ്റ്റ് ലൈനും കൂടി ടാൻജൻ്റ് ആകുന്ന എന്ന് പറയുന്ന പോയിന്റാണ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഓഫ് റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്, ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ. അപ്പോൾ എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് R* ആണ്. ആൻഡ് ദി കറസ്പോണ്ടിങ് റിസ്ക് ഈസ് സിഗ്മ സ്റ്റാർ ടി. സിഗ്മ സ്റ്റാർ ടി ആണ് റിസ്ക് എങ്കിൽ കറസ്പോണ്ടിങ് amount of bonds held by individual is B*. അപ്പോൾ സിഗ്മ സ്റ്റാർ R* റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ ആണ്. ഈ ഒപ്റ്റിമം അലോക്കേഷൻ, ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിട്ടേൺ R* ആണ്, റിസ്ക് സിഗ്മ സ്റ്റാർ ടി ആണ്. സിഗ്മ സ്റ്റാർ ടി ആണ് റിസ്ക് എങ്കിൽ കറസ്പോണ്ടിങ് പോർട്ട്ഫോളിയോയിൽ എമൗണ്ട് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് B* ആണ്. അതായത് OB* എമൗണ്ട് ബോണ്ട് ആളുകൾ കീപ്പ് ചെയ്യും. ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് OW* ആണ് ടോട്ടൽ വെൽത്ത്, OW ബാർ ആണ് ടോട്ടൽ വെൽത്ത്. അതിൽ OB* അവർ ബോണ്ട് പർച്ചേസ് ചെയ്യും. ആളുകൾ OB* ബോണ്ട് പർച്ചേസ് ചെയ്യും. ബാക്കി W⁻B എന്ന് പറയുന്ന ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും. അപ്പം ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് OW ബാർ ആണ്. ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് OW ബാർ ആണ്. OW ബാർ ആണ് ടോട്ടൽ വെൽത്ത്. ഈ ടോട്ടൽ വെൽത്തിൽ OB* വരെയുള്ള ഭാഗം, OW ബാർ ആണ് ടോട്ടൽ വെൽത്ത്. അതിൽ OB* വരെയുള്ള ഭാഗം ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും. ബാക്കി ഭാഗം മണിയായിട്ട്
കീപ്പ് ചെയ്യും. ബി സ്റ്റാർ ഡബ്ല്യു ബാർ എന്ന് പറയുന്ന ഭാഗം മണി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് അവേർഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ റിസ്ക് അവേർഡ് ഇൻവെസ്റ്റേഴ്സ് അവരാണ് മണിയും ബോണ്ടും അവരുടെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ആണ് ഈ ടോബിൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അവരുടെ ഇൻഡിഫറൻസ് കർവും കോസ്റ്റ് ലൈനും കൂടി ടാൻജൻ്റ് ആകുന്ന പോയിൻ്റാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലോവർ ക്വാഡ്രൻറ്റിലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണ്ട് അലോക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒ ബി സ്റ്റാർ ഇത്രയും ബോണ്ട് നമ്മൾ ആളുകൾ ഇത്രയും ബോണ്ട് പർച്ചേസ് ചെയ്യും, ബാക്കി ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ആളുകൾ അവരുടെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടത്തുന്നത് എന്നാണ് ടോബിൻ പറയുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ടോബിൻ്റെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ അലോക്കേഷൻ, ഒരു റിസ്ക് അവേർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ എങ്ങനെയാണ് എന്ന് ടോബിൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ പറഞ്ഞു ടോബിൻ ഈസ് ഫോക്കസിങ് മോർ ഓൺ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. So just like Keynes, Tobin also derives the relationship between interest rate and speculative demand for money. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടോബിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ ജസ്റ്റ് ലൈക്ക് കെയ്ൻസ്, ടോബിൻ ഓൾസോ സേസ് ദാറ്റ് the relationship between interest rate and speculative demand for money is inverse relationship ആണ്. When interest rate increases, speculative demand for money decreases, and when interest rate increases, speculative demand for money decreases. So as interest rate rises, there will be an increase in the amount of bonds in the portfolio. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുകയാണ്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് അവരുടെ വെൽത്തിൻ്റെ കൂടുതൽ ഭാഗം യൂസ് ചെയ്ത് അവർ ബോണ്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എമൗണ്ട് ഓഫ് മണി കുറയും, പോർട്ട്ഫോളിയോയിൽ മണിയുടെ എമൗണ്ട് കുറയും. So when interest rate increases, speculative demand for money decreases, and when interest rate increases, speculative demand for money decreases, and when interest rate decreases, speculative demand for money increases. And he have proved the relationship between interest rate and speculative demand for money using ഡയഗ്രാം. അപ്പോൾ ഒരു ഡയഗ്രാം യൂസ് ചെയ്ത് അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. സോ ഇൻ ദി upper quadrant, on the y-axis or on the vertical axis, we are representing expected returns. Expected returns ആണ് y-axisൽ represent ചെയ്യുന്നത്. Expected returns depends on റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനോട് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? OC എന്ന് പറയുന്ന കോസ്റ്റ് ലൈൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ OC എന്ന് പറയുന്ന കോസ്റ്റ് ലൈൻ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0 increases from R1, cost line shifts from OCR0 to OCR1. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എക്സ്പെക്റ്റഡ് റിട്ടേൺസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ OC കോസ്റ്റ് ലൈൻ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യും. അപ്പം കോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ കൂടുതൽ ബോണ്ട് പർച്ചേസ് ചെയ്യും. കണ്ടോ, ഈ
ഇക്വിലിബ്രിയം പോയിന്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കോസ്റ്റ് ലൈൻ OCR0 ആയിരുന്നപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ്, അതായത് ഈ ഇൻഡിഫറൻസ് കർവ് കോസ്റ്റ് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു. ആയിരുന്നു കോസ്റ്റ് ലൈൻ OCയിൽ നിന്ന് OCR1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഒരു ഹയർ ഇൻഡിഫറൻസ് കർവും കോസ്റ്റ് ലൈനും കൂടി F എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, പോർട്ട്ഫോളിയോയിൽ ബോണ്ടിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നപ്പോൾ B0 ആയിരുന്നു, B0 വരെ ആയിരുന്നു, ഇത്രയുമായിരുന്നു ബോണ്ട് പോർട്ട്ഫോളിയോയിൽ. F എന്ന് പറയുന്ന പോയിന്റിലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ കോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു, OCR1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ F എന്ന് പറയുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം. അന്നേരം എന്താണ്, കൂടുതൽ ബോണ്ട് ആളുകൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ബോണ്ട് ആളുകൾ മേടിക്കും, കുറവ് മണിയായിരിക്കും ആളുകൾ കീപ്പ് ചെയ്യുക. സോ വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി decreases, and when rate of interest decreases, speculative demand for money increases. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ ടോബിൻ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ടോബിൻ്റെ തിയറിയിൽ ടോബിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. സോ അദ്ദേഹം ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്കോ പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണിക്കോ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ടോബിൻ പറയുന്നത് പീപ്പിൾ കീപ് മണി ആസ് എ പാർട്ട് ഓഫ് ദെയർ പോർട്ട്ഫോളിയോ. ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് മണി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും തേർഡ് കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ റിസ്ക് അവേർട്ടേഴ്സ് ആണ്, റിസ്ക് ഡൈവേഴ്സിഫയേഴ്സ് ആണ്. അപ്പോൾ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട്, റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് അവർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ ബോണ്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മണിയായിട്ട് മുഴുവൻ കീപ്പ് ചെയ്യുന്ന ആളുകളോ ആയിരിക്കില്ല. റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, റിസ്ക് കുറച്ചുകൊണ്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനായിട്ട് വെൽത്തിൻ്റെ ഒരു ഭാഗം അവർ മണിയായിട്ട് കീപ്പ് ചെയ്യും, മറ്റൊരു ഭാഗം ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ റിസ്കിനെയും റിട്ടേണിനെയും ടോട്ടൽ വെൽത്തിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് ടോബിൻ പറയുന്നത്. Okay, so demand for money function depends on expected real return on stock, bonds, expected inflation rate and real wealth. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ, ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷനെ കുറിച്ച് ടോബിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് മണിയും ബോണ്ടും വരുന്നുണ്ട്. അപ്പം ഏത് പോയിന്റ് ഇൻഡിവിജ്വൽസ് എന്തോരം അവരുടെ വെൽത്തിൻ്റെ എന്തോരം ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും, എന്തോരം ഭാഗം ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും, അതിന് ടോബിൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ലൈൻ, ഇൻഡിവിജ്വൽസിൻ്റെ കോസ്റ്റ് ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻഡിഫറൻസ് കർവും എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഈ ഇൻഡിഫറൻസ് കർവും കോസ്റ്റ് ലൈനും കൂടി ടാൻജൻ്റ് ആകുന്ന പോയിന്റിലാണ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോവർ ക്വാഡ്രൻറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം OB എന്ന് പറയുന്ന അത്രയും ബോണ്ടും BW എന്ന് പറയുന്ന മണിയുമാണ് ആളുകൾ കീപ്പ് ചെയ്യുക. അപ്പം OW വെൽത്ത് ഉള്ള ഒരാൾ, അയാളുടെ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OB* amount of bond and B*W amount of money. Okay, and he also says that, Tobin also says that there is an inverse relationship between interest rate and speculative demand for money. അപ്പം കെയ്ൻസ് പറയുന്നത് പോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. Now let us move on to merits or superiority of Tobin's theory over Keynesian theory. അപ്പം ടോബിൻസ് തിയറിയുടെ മെറിറ്റ്സ് അല്ലെങ്കിൽ കെയ്നീഷ്യൻ തിയറി വെച്ച് നോക്കുമ്പോൾ ടോബിൻ്റെ തിയറിക്കുള്ള സുപ്പീരിയോറിറ്റി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെറിറ്റ് or first superiority, Tobin's theory is superior to Keynes' theory
in that it explains individuals hold diversified portfolios of bonds and money. അപ്പം കെയ്ൻസിൻ്റെ തിയറിനെക്കാട്ടിലും സുപ്പീരിയർ ആണ് ടോബിൻ്റെ തിയറി. കാരണം ടോബിൻ പറയുന്നത് എന്താണ്, ആളുകൾ അവർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ ബോണ്ടും ഉണ്ടാകും, മണിയും ഉണ്ടാകും. അപ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ആളുകൾ മണി കീപ്പ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ജെയിംസ് ടോബിൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയ്ൻസിൻ്റെ തിയറിനെക്കാട്ടും സുപ്പീരിയർ ആണ് ടോബിൻ്റെ തിയറി. സെക്കൻഡ് പോയിന്റ്, ടോബിൻ is more realistic than Keynes in not discussing the perfect elasticity of demand for money, say the liquidity trap at low rates of interest. അപ്പോൾ ടോബിൻ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല, ഇഗ്നോർ ചെയ്തു. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ ആ ഡിമാൻഡ് ഫോർ മണിയുടെ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന് കെയ്ൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം അയാൾ മനഃപൂർവ്വം, ജെയിംസ് ടോബിൻ മനഃപൂർവ്വം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് ടോബിൻ്റെ തിയറി കെയ്ൻസിൻ്റെ തിയറിനെക്കാട്ടിലും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോബിൻസ് പോർട്ട്ഫോളിയോ തിയറിയിൽ അല്ലെങ്കിൽ ടോബിൻസ് റിസ്ക് അവേർഷൻ തിയറി ഓഫ് ലിക്വിഡിറ്റി പ്രിഫറൻസിൽ പറയാനായിട്ടുള്ളത്.